എയർ ഇന്ത്യയുടെ അഹമ്മദാബാദിലെ ബോയിങ് 787 ഡ്രീം ലൈനറിൻ്റെ ആ ഒരു അപകടം അത് വലിയൊരു ഞെട്ടലാണ് നമുക്കെല്ലാം തന്നിട്ട് പോയത്. ഞെട്ടൽ മാത്രമല്ല, ഒരുപാട് ആശങ്കകളും നമ്മുടെ മുമ്പിലേക്ക് ഇട്ടിട്ടാണ് അത് പോയിരിക്കുന്നത്. ഈ സംഭവത്തിന് ശേഷം ഒരുപാട് അനാലിസിസുകൾ, ഇതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ കാരണങ്ങൾ ഊഹിച്ചെടുക്കാനുള്ള എന്തൊക്കെയാണ് സാധ്യതകളെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ചർച്ചകളും അനാലിസിസുകളും എല്ലാം നടന്നിട്ടുണ്ട്. പക്ഷെ ഇതിലൊന്നും ആരും തൊടാതെ പോയ, ഒരുപക്ഷെ ഇന്നുവരെ ആരും കാണാതെ പോയ ഒരു വലിയൊരു ടെക്നിക്കൽ ഗ്ലിച്ച്, ഒരു വലിയൊരു ടെക്നിക്കൽ പ്രോബ്ലം ഇതിലുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അത് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയുമായിട്ട് ഇന്ന് ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്. ഇതുവരെ ഈ ക്രാഷിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടില്ല. ഇതിൻ്റെ സാധ്യതകൾ നമ്മൾ ഇതുവരെ അവലോകനം ചെയ്തതിൽ എൻജിൻ ഫെയിലിയർ വളരെ ശക്തമായ ഒരു പോസിബിലിറ്റിയാണ്. പക്ഷെ അതിൽ തന്നെ ബേർഡ് ഹിറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. എന്നാൽ ഒരു ഫ്യൂവൽ കണ്ടാമിനേഷൻ്റെ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. ഇനി ഫ്ലാപ്പ് ആൻഡ് ലാൻഡിംഗ് ഗിയറിൻ്റെ ഇഷ്യൂസ് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ട്. സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. ഹ്യൂമൻ എററിൻ്റെ സാധ്യതയുണ്ടോ? ഉണ്ട്. ഹൈഡ്രോളിക് ഫെയിലിയറിൻ്റെ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇനി ഒരു അട്ടിമറിയുടെ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അട്ടിമറിയുടെ സാധ്യതയും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കൃത്യമായ വിവരങ്ങൾ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ കംപ്ലീറ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ പൂർത്തീകരിക്കണം. പക്ഷെ ഇവിടെ ആരും കാണാതെ പോയ, ആരും ചർച്ച ചെയ്യാതെ പോയ മറ്റൊരു വിഷയമുണ്ട്. ഒരു കംപ്ലീറ്റ് പവർ ബ്ലാക്ക് ഔട്ട്. അത് എഞ്ചിൻ്റെ പ്രവർത്തനത്തിനെ പോലും താറുമാറാക്കുന്ന രീതിയിലുള്ള ഒരു പവർ ബ്ലാക്ക് ഔട്ട്. അങ്ങനെ ഒരു ബ്ലാക്ക് ഔട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ എഞ്ചിനിലേക്കുള്ള ഫ്യൂവൽ സപ്ലൈ താറുമാറാകും, എഞ്ചിൻ്റെ ഇഗ്നിഷൻ സപ്ലൈ താറുമാറാക്കും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഈ നമ്മൾ ഈ കണ്ട ലക്ഷണങ്ങളെല്ലാം ഉണ്ടാകാനുള്ള വലിയൊരു സാധ്യതയുണ്ട്. എന്തുകൊണ്ട് ആളുകൾ ഇതിലേക്ക് പോയി എന്നുള്ളത് എനിക്കറിയില്ല. ഇത് കംപ്ലീറ്റ്ലി ടെക്നിക്കൽ ആയതുകൊണ്ടാണോ എന്നും അറിയില്ല. അതോ ഇനി ആരെങ്കിലും അറിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് പറയാതെ ഇതിനെക്കുറിച്ച് റിസർച്ചുകൾ നടത്തുകയാണോ എന്നും അറിയില്ല. ഏതായാലും ഇങ്ങനെയൊരു സാധ്യതയും ഉണ്ട്. അതെന്തുകൊണ്ടാണ്, എങ്ങനെയാണെന്ന് ഞാൻ വളരെ ലളിതമായ ഭാഷയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, ഈ ബോയിങ് 787 ഡ്രീം ലൈനർ എന്ന് പറയുന്നത് അതൊരു മോർ ഇലക്ട്രിക് ഡിസൈൻ എയർക്രാഫ്റ്റ് ആണ് എന്നാണ് പറയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ മറ്റുള്ള സാധാരണ വിമാനങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ഇലക്ട്രിക്കലി ആൻഡ് ഇലക്ട്രോണിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് എന്നുള്ളതാണ്. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക്കൽ ആർക്കിടെക്ചറാണ് ഇതിലുള്ളത്. അതുവഴി ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് ന്യൂമാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ പ്രഷർ ഉപയോഗിച്ചിട്ടുള്ള വർക്ക് ചെയ്യുന്ന സിസ്റ്റംസ്, അതുപോലെ തന്നെ ഹൈഡ്രോളിക് സിസ്റ്റംസിനെയൊക്കെ ഒരുപാട് ഇലക്ട്രിക്കലി പവേർഡ് കോമ്പണൻസുമായിട്ട് റീപ്ലേസ് ചെയ്യാനായിട്ട് വരെ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. അതുവഴി ഇതിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി 25% വരെ വർദ്ധിപ്പിക്കാനും വെയിറ്റ് കുറയുന്നതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ മെയിൻ്റനൻസ് കോസ്റ്റ് ഒരുപാട് കുറയ്ക്കാനും ഇതിൻ്റെ റിലയബിലിറ്റി ഒരുപാട് വർദ്ധിപ്പിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു വാസ്തുതയാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് ഇലക്ട്രിക് പവറിൻ്റെ ആവശ്യം ഈ വിമാനത്തിൽ ഉടനീളമുണ്ട്. അങ്ങനെ ഇതിൻ്റെ മെയിൻ പവർ ജനറേഷൻ സോഴ്സിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ 2 എഞ്ചിനാണ് ഉള്ളത്. ഓരോ എഞ്ചിനിലും ഈ 2 ഹൈ പവർ സ്റ്റാർട്ടർ ജനറേറ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. സ്റ്റാർട്ടർ ജനറേറ്റേഴ്സ് എന്നുള്ള ഒരു ടേം പലർക്കും പുതിയതായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ജനറേറ്ററാണ്, അതേസമയം ഇതൊരു മോട്ടറുമാണ്. വിമാനം ഗ്രൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു സ്റ്റാർട്ടറായിട്ട്, ഒരു മോട്ടറായിട്ട് വർക്ക് ചെയ്യും. എഞ്ചിൻ ഫുൾ സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതൊരു ജനറേറ്ററായിട്ട് കൺവേർട്ട് ചെയ്യും. മിക്കവാറും എല്ലാ വിമാനങ്ങളിലും ഇങ്ങനെ ഒരു ടെക്നോളജി തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ വളരെ പവർഫുൾ ആയിട്ടുള്ള 2 എഞ്ചിനുണ്ട്. ഓരോ എഞ്ചിനിനും ഈ 2 സ്റ്റാർട്ടർ ജനറേറ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്രയായി? 4 ജനറേറ്റേഴ്സായി. ഈ 4 ജനറേറ്റേഴ്സും പ്രൊഡ്യൂസ് ചെയ്യുന്നത് 235 വോൾട്ട് AC ആണ്. ഈ AC-യെ വിമാനത്തിൽ 4 തരം പവർ സപ്ലൈ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് 235 വോൾട്ട് AC-യിൽ വർക്ക് ചെയ്യുന്ന സിസ്റ്റംസ് ഉണ്ട്, 115 വോൾട്ട് AC-യിൽ വർക്ക് ചെയ്യുന്ന സിസ്റ്റംസ് ഉണ്ട്. ഇതിനെ കൺവേർട്ട് ചെയ്ത് 270 വോൾട്ട് DC ആയിട്ടും കൺവേർട്ട് ചെയ്യുന്നുണ്ട്, 28 വോൾട്ട് DC ആയിട്ടും കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ 4 തരം പവർ സപ്ലൈയിൽ വർക്ക് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് ആണുള്ളത്. അതിനെല്ലാം പവർ കൊടുക്കുന്നത് ഈ 4 മെയിൻ ജനറേറ്റേഴ്സാണ്. അങ്ങനെ എഞ്ചിനിൽ ഘടിപ്പിച്ചിട്ടുള്ള ഈ 4 മെയിൻ ജനറേറ്റേഴ്സ് കൂടാതെ ഇതിലൊരു ഓക്സിലറി പവർ യൂണിറ്റും കൂടിയുണ്ട്. ഇത് അതിൻ്റെ പിൻഭാഗത്ത്, ടെയിൽ ഭാഗത്താണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് സാധാരണഗതിയിൽ ഒരു എക്സ്ട്രാ പവർ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് കറണ്ട് വേണം. അത് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ നമ്മൾ ഗ്രൗണ്ടിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് തന്നെയല്ല, എയർക്രാഫ്റ്റ് ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്ത് കിടക്കുന്ന സമയത്ത്, എഞ്ചിൻ സ്റ്റാർട്ട് അല്ലാത്ത സമയത്ത് വിമാനത്തിൽ വേണ്ട അത്യാവശ്യമായിട്ടുള്ള പവർ സപ്ലൈ എല്ലാം തരുന്നത് ഈ APUs-ലെ 2 ജനറേറ്റേഴ്സാണ്. അപ്പോൾ 4 × 6 ജനറേറ്റേഴ്സായി. ഇപ്പോൾ ഈയിടെ നമ്മളൊരു വീഡിയോ ഉണ്ടായിരുന്നു, ഈ ക്രാഷിന് മുമ്പായിട്ട് ഒരാൾ ഡൽഹിയിൽ വെച്ച് ഗ്രൗണ്ടിൽ വെച്ചിട്ടിരിക്കുന്ന ഒരു വീഡിയോ. അതിനകത്ത് AC വർക്ക് ചെയ്യുന്നില്ല, മറ്റുള്ള സിസ്റ്റംസ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പോൾ അത് ആ സമയത്ത് APU ഓൺ ചെയ്തിട്ടുണ്ടാവില്ല, അതുകൊണ്ടുണ്ടായ ഒരു പ്രശ്നമായിരിക്കാം. അതിന് ഈ ക്രാഷുമായിട്ട് വലിയ ബന്ധമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും സത്യാവസ്ഥകൾ പുറത്ത് വരട്ടെ. ഇനി എഞ്ചിനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഈ വിമാനം പറക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ മറ്റേ മെയിൻ 4 ജനറേറ്റേഴ്സാണ് ഈ എയർക്രാഫ്റ്റിൻ്റെ ഫുൾ പവർ സപ്ലൈ റിക്വയർമെൻറ്റ് മീറ്റപ്പ് ചെയ്യുന്നത്.
ഇനി അഥവാ എന്തായാലും കാരണവശാൽ ഈ 4 ജനറേറ്റേഴ്സ് ഫെയിൽ ആകുകയും മെയിൻ പവർ സപ്ലൈ ഫെയിൽ ആകുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എയർക്രാഫ്റ്റിന് കറണ്ട് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. അതിന് വേണ്ടിയിട്ട് അന്നേരം ഈ ഓക്സിലറി പവർ യൂണിറ്റ് എയറിൽ വീണ്ടും ഓൺ ആകും. ഈ 2 ജനറേറ്റേഴ്സിൽ നിന്ന് നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട പവർ സപ്ലൈ റിക്വയർമെൻറ്റ്സ് എല്ലാം മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കറണ്ട് നമുക്ക് അവിടുന്ന് ലഭിക്കുന്നതാണ്. ഇനി ഇതൊന്നും കൂടാതെ ഇനി അഥവാ ഈ APU കൂടെ ഫെയിലായി എന്ന് വിചാരിക്കുക, ഓക്സിലറി പവർ യൂണിറ്റ് കൂടെ ഫെയിലായി എന്ന് വിചാരിക്കുക. ഇവിടെ നമുക്ക് സ്റ്റാൻഡ് ബൈ ആയിട്ട് ഇതിൻ്റെ ഒരു മെയിൻ ബാറ്ററി സിസ്റ്റം തന്നെയുണ്ട്. ഇതൊരു ലിഥിയം അയൺ ബാറ്ററിയാണ്. അപ്പോൾ അങ്ങനെ ഒരു കംപ്ലീറ്റ് പവർ ഫെയിലിയർ ഉണ്ടായി കഴിഞ്ഞാൽ വീണ്ടും ഏറ്റവും എസെൻഷ്യലായിട്ടുള്ള ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഫ്ലൈറ്റ് കൺട്രോൾസിന് വേണ്ടിയിട്ടുള്ള പവർ ഈ ബാറ്ററിയിൽ നിന്നും നമുക്ക് ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ ഏറ്റവും നിയറസ്റ്റ് എയർപോർട്ടിൽ ഈ വിമാനം കൊണ്ട് ലാൻഡ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സൊല്യൂഷൻ. ഇനി അഥവാ ഈ ബാറ്ററിയും കൂടെ ഫെയിലായി എന്ന് വിചാരിക്കുക, സാധ്യതയുണ്ടല്ലോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വീണ്ടും അഡീഷണൽ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇതിലൊരു റാം എയർ ടർബൈൻ എന്ന് പറയുന്ന ഒരു സംവിധാനം കൂടിയുണ്ട്. ഇതിനെ റാറ്റ് എന്നാണ് വിളിക്കുന്നത്. നമ്മൾ മലയാളത്തിൽ എലി എന്ന് പറയുന്നത് പോലെ റാം എയർ ടർബൈൻ എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ് റാറ്റ് എന്ന് പറയുന്നത്. ഇത് വളരെ സിവിയർ ആയിട്ടുള്ള ഒരു ഇലക്ട്രിക്കൽ പവർ ഫെയിലിയർ ഉണ്ടായി കഴിഞ്ഞാൽ ഫ്ലൈറ്റിൽ ഈ റാറ്റ് ഓട്ടോമാറ്റിക്കലി എയർക്രാഫ്റ്റിൻ്റെ ഉള്ളിൽ നിന്നും വെളിയിലേക്ക് വന്ന് ഇത് ഡിപ്ലോയ് ആയിട്ട് ഇത് ഈ വിമാനം മുന്നോട്ട് പോകുന്നത് കൊണ്ടുള്ള ആ ഒരു എയർ ഫ്ലോ ഉണ്ടല്ലോ, ആ എയർ ഫ്ലോയിൽ ഇതിൻ്റെ ഫാനുകൾ തന്നെ കറങ്ങിയിട്ട് ഇത് കുറേ പവർ ജനറേറ്റ് ചെയ്യും. അത് ഇലക്ട്രിക്കൽ പവറും ജനറേറ്റ് ചെയ്യും, കുറേയൊക്കെ ഹൈഡ്രോളിക് പവറും ജനറേറ്റ് ചെയ്യും. അങ്ങനെ ഈ വിമാനത്തിന് വേണ്ടിയിട്ട് കൺട്രോൾസിനൊക്കെ വേണ്ടിയിട്ടുള്ള ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സാമഗ്രികൾക്ക് വേണ്ടിയിട്ടുള്ള പവർ സപ്ലൈ ഇത് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ റാറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇലക്ട്രിക്കൽ ഫെയിലിയർ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഈ സിസ്റ്റം, മെയിൻ സിസ്റ്റം, സ്റ്റാൻഡ് ബൈ സിസ്റ്റം, അതിൻ്റെ സ്റ്റാൻഡ് ബൈ, അതിൻ്റെയും സ്റ്റാൻഡ് ബൈ. ഒരു പക്ഷേ കഴിഞ്ഞ ക്രാഷിൽ ഒരുപാട് പേര് പറയുന്നത് കേട്ടു, ഒരു തട്ട് സൗണ്ട് കേട്ടു, അല്ലെങ്കിൽ ഒരു എക്സ്പ്ലോഷൻ്റെ വിസ്ഫോടനത്തിൻ്റെ സൗണ്ട് കേട്ടു. വിസ്ഫോടനമൊന്നും ഉണ്ടായതായിട്ടുള്ള ലക്ഷണങ്ങളൊന്നും നമ്മളതിലെവിടെയും കണ്ടിട്ടില്ല, അതിനെക്കുറിച്ച് കേട്ടിട്ടില്ല. പക്ഷേ ഒരു സൗണ്ട് കേൾക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷേ ഈ റാം എയർ ടർബൈൻ റാറ്റ് എക്സ്റ്റെൻഡ് ആയി കഴിഞ്ഞപ്പോൾ അത് താഴേക്ക് വന്നിട്ട് വെളിയിലേക്ക് വന്ന് ലോക്കാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൗണ്ട് ആ 11A സീറ്റിലിരുന്ന, കാരണം അതും ഇടതുഭാഗത്തായിരിക്കുന്നത്, അവിടെയാണ് ഈ റാറ്റും ഫിറ്റ് ചെയ്തിരിക്കുന്നത്, ആ സൗണ്ടിനെ ഇദ്ദേഹം തെറ്റിദ്ധരിച്ചതാകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതൊന്നും പോരാഞ്ഞിട്ട് എന്തെങ്കിലും കാരണവശാൽ ഈ മെയിൻ പവർ സപ്ലൈ ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട എഞ്ചിനിലേക്കുള്ള പവർ സപ്ലൈ, കാരണം എഞ്ചിൻ റൺ ചെയ്താലല്ലേ അതുപോലെ തന്നെ മെയിൻ കൺട്രോൾസിലേക്കുള്ള പവർ സപ്ലൈ. എഞ്ചിനിലേക്ക് ഒരുപാട് ഇലക്ട്രിക്കൽ പവർ സപ്ലൈയും ആവശ്യമുണ്ട്. എന്നതിന് മാത്രമല്ല ഇതൊരു കംപ്ലീറ്റ്ലി കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഇതിനെ ഫുൾ അതോറിറ്റി ഡിജിറ്റൽ എഞ്ചിൻ കൺട്രോൾ, ഫാഡക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഫാഡക്കിന് പവർ സപ്ലൈ വേണം, എഞ്ചിൻ്റെ ഇഗ്നിഷൻ സിസ്റ്റത്തിന് പവർ സപ്ലൈ വേണം, എഞ്ചിൻ്റെ ഫ്യൂൽ സിസ്റ്റത്തിന് പവർ സപ്ലൈ വേണം, ഫ്യൂൽ പമ്പുകൾ വർക്ക് ചെയ്യണം, ഫ്യൂൽ റെഗുലേറ്റേഴ്സ് വർക്ക് ചെയ്യണം. ഇതിനെല്ലാം വേണ്ടിയിട്ട് പവർ സപ്ലൈ കൊടുക്കാൻ വേണ്ടി 2 പെർമനന്റ് മാഗ്നറ്റ് ഓൾട്ടർനേറ്റേഴ്സും ഉണ്ട്. അപ്പോൾ ഇലക്ട്രിക്കൽ സപ്ലൈ ഡിപ്പെൻഡ് ചെയ്യാതെ അതിൻ്റെ പ്രൈം ഓവർ എന്നുള്ള റൊട്ടേഷൻ കിട്ടിയാൽ തന്നെ ഇത് പവർ ജനറേറ്റ് ചെയ്യും. അങ്ങനെ 2 എണ്ണം ഓരോന്നും ഓരോ എഞ്ചിനിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് എഞ്ചിൻ്റെ ആവശ്യങ്ങളെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ PMAയും, അതായത് പെർമനന്റ് മാഗ്നറ്റ് ഓൾട്ടർനേറ്റേഴ്സും ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാരണവശാലും അങ്ങനെ ഒരു ഫെയിലിയർ, ടോട്ടൽ ബാക്കൗട്ട് ഉണ്ടാകാത്ത രീതിയിലാണ് ഇതിനെ ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പവർ സപ്ലൈ മാനേജ് ചെയ്യാനായിട്ട് വളരെ ശക്തമായ പവർ ഡിസ്ട്രിബ്യൂഷൻ പാനൽസും എല്ലാം ഉണ്ട്. ഇതെല്ലാം ഹെവിലി സോഫ്റ്റ്വെയർ കൺട്രോൾഡ് ആണ്, സോഫ്റ്റ്വെയറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സിസ്റ്റംസ് ആണ്. ഇതിനകത്ത് നമ്മൾ മെയിനായിട്ടുള്ള 4 ജനറേറ്റേഴ്സ് പറഞ്ഞു. അപ്പോൾ 4 കൺട്രോൾ യൂണിറ്റ്സും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഓക്സിലറി പവർ യൂണിറ്റും ഈ 4 മെയിൻ കൺട്രോൾ യൂണിറ്റും ഇങ്ങനെ കംപ്ലീറ്റ് സിസ്റ്റം, അതായത് 235 വോൾട്ട് AC വേണം, 115 വോൾട്ട് AC വേണം, 28 വോൾട്ട് DC വേണം, 270 വോൾട്ട് DC വേണം. ഇതിനെല്ലാം കൂടെ മാനേജ് ചെയ്ത് ഇതിൻ്റെ കംപ്ലീറ്റ് ഓപ്പറേഷനും ഡിസ്ട്രിബ്യൂഷനും മാനേജ് ചെയ്യുന്നത് സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ജോലികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യുക, മാനേജ് ചെയ്യുക. പിന്നെ ഒന്ന് ഫോൾട്ട് പ്രൊട്ടക്ഷൻ, എന്തെങ്കിലും ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് പ്രൊട്ടക്ഷൻ കൊടുക്കുക. ലോഡ് ഷെഡിങ്, ഏതെങ്കിലും കാരണവശാൽ എവിടെയെങ്കിലും ഓവർലോഡ് ആകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ കുറേ ലോഡ് ഷെഡ് ചെയ്തിട്ട് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇതിനെ ഈ ഓവർലോഡ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത് ഇദ്ദേഹമാണ്. അങ്ങനെ പവറിനെ ഓട്ടോമാറ്റിക്കലി റീറൂട്ട് ചെയ്തിട്ട് ഫോൾട്ടി കോമ്പണൻസ് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ, ഈ കേടായ കോമ്പണൻസ് ഉണ്ടെങ്കിൽ അതിനെ ഐസൊലേറ്റ് ചെയ്തിട്ട് ഈ പവറിനെ റീറൂട്ട് ചെയ്തിട്ട് വേണ്ട വിധത്തിൽ ഇതിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് സോഫ്റ്റ്വെയറിൻ്റെ ഒരു ജോലി. രണ്ടാമത്തെ ജോലി എന്ന് പറഞ്ഞാൽ ഈ സോഫ്റ്റ്വെയർ ഒരു സെൻട്രൽ ഇൻ്റലിജൻസ് പോലെ തന്നെ, നമ്മുടെയൊക്കെ ബ്രെയിൻ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഈ സോഫ്റ്റ്വെയറും വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിമാനത്തിൻ്റെ എൻറ്റയർ പെർഫോമൻസ് സോഫ്റ്റ്വെയറിൽ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ സോഫ്റ്റ്വെയറിൽ എന്തെങ്കിലും തകരാറുണ്ടായി കഴിഞ്ഞാൽ അതെങ്ങനെയൊക്കെ ബാധിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. കുറച്ച് ഉദാഹരണങ്ങൾ ഇതിനു മുമ്പേ ഉണ്ടായിട്ടുണ്ട്. ഭാഗ്യവശാൽ ഇതൊന്നും വിമാനം പറക്കുന്ന സമയത്തല്ല ഉണ്ടായത്. ഒരു പക്ഷേ ഇത് ആദ്യമായിട്ട് പറക്കുന്ന വിമാനത്തിൽ ഉണ്ടായത് നമ്മുടെ ഈ കേസിലാവാനുള്ള സാധ്യതയുണ്ട്. ആദ്യത്തെ ഒരു ഗ്ലിച്ച് എന്ന് പറയുന്നത് തന്നെ ഈ സോഫ്റ്റ്വെയറിനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ഇത് എയർക്രാഫ്റ്റിൻ്റെ ഫുൾ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൻ്റെയും ഷട്ട് ഡൗണിലേക്ക് നയിക്കും എന്ന് ഒരിക്കൽ കണ്ടുപിടിച്ചിട്ടുണ്ട്.
ഇതിൻ്റെ ജനറേറ്റർ കൺട്രോൾ യൂണിറ്റിലാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. ഇതിനെ 248 ഡേ പവർ സൈക്കിൾ ഗ്ലിച്ച് എന്നും പറയുന്നുണ്ട്. 2015 ഇതിൻ്റെ ആക്ച്വൽ സിസ്റ്റംസ് സിമുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലബോറട്ടറി ടെസ്റ്റിങ്ങിൽ കണ്ടുപിടിച്ചതാണ് ഈ വിമാനത്തിൻ്റെ ജനറേറ്റർ കൺട്രോൾ യൂണിറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് 248 ദിവസം, ഏകദേശം 8 മാസം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ GCUവിൻ്റെ അകത്തുള്ള സോഫ്റ്റ്വെയർ കൗണ്ടർ ഓവർഫ്ലോ ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ഈ 4 ജനറേറ്റർ കൺട്രോൾ യൂണിറ്റ്സ് GCUസും കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 4 GCUസിൻ്റെയും സോഫ്റ്റ്വെയർ കൗണ്ടർ ഓവർഫ്ലോ ചെയ്യും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓൾ ഓഫ് എ സഡൻ സൈമിൾട്ടേനിയസ് ആയിട്ട് ഒന്നിച്ച് ഒരേ സമയത്ത് ഇതെല്ലാം കൂടെ ഓഫ് ആകും. അങ്ങനെ ആ വിമാനത്തിൽ 100% കംപ്ലീറ്റ് പവർ ലോസ് ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഏത് ഫ്ലൈറ്റ് ഫേസിലാണോ ഏത് സാഹചര്യത്തിലാണോ എന്നുള്ളതൊന്നും ഇതിന് സോഫ്റ്റ്വെയറിന് വിഷയമല്ല. അപ്പോൾ അങ്ങനെ ഒരു വിഷയമുള്ളപ്പോൾ ഇവരെന്ത് ചെയ്തു, ഇതിനെക്കുറിച്ച് ഒരുപാട് റിസർച്ചൊക്കെ നടത്തിയിട്ട് അവസാനം തീരുമാനമെടുത്തു. ഓരോ 120 ദിവസം കൂടുമ്പോഴും ഈ ജനറേറ്റർ കൺട്രോൾ യൂണിറ്റ്സിനെ ഡീആക്ടിവേറ്റ് ചെയ്തിട്ട് റീആക്ടിവേറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാം എന്നൊരു സജഷൻ അവർ മുന്നോട്ട് വെച്ചു. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഇവിടെ ഏതോ 120 ദിവസങ്ങളിലോ 240 ദിവസങ്ങളിലോ ഡീആക്ടിവേറ്റ് ചെയ്ത് റീആക്ടിവേറ്റ് ചെയ്തിട്ടില്ലെങ്കിലോ ഒരു സാധ്യത. രണ്ടാമത് സോഫ്റ്റ്വെയറിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ ഡീആക്ടിവേറ്റ് ചെയ്തെങ്കിലും 120 ദിവസത്തിൽ താഴെയുള്ള ദിവസങ്ങളിൽ തന്നെ 248 ദിവസത്തിൽ കൂടുതലായി എന്ന് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ എല്ലാം കൂടെ തെറ്റിദ്ധരിച്ചിട്ട് എല്ലാം കൂടെ ഓഫ് ചെയ്തതാണെങ്കിലോ സാധ്യതയുണ്ടല്ലോ. ഈ സോഫ്റ്റ്വെയർ ഇഷ്യൂസിന് അവരുടെ സോഫ്റ്റ്വെയറിനെ പിന്നീട് അവർ അപ്ഡേറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാലും ഒരിക്കൽ മാൽ ഫംഗ്ഷനുള്ള സാധ്യതയുണ്ടെങ്കിൽ ആ സോഫ്റ്റ്വെയറിൽ അതേ ഗ്ലിച്ച് പിന്നീടും വരാമല്ലോ. അങ്ങനെ ഒരു ഗ്ലിച്ച് ഇവിടെ സംഭവിച്ചിട്ടുണ്ടോ? ഇതാണ് പോയിന്റ് നമ്പർ 1. രണ്ടാമത്, കംപ്ലീറ്റ് ഷട്ട് ഡൗണിലേക്ക് നയിച്ചേക്കാവുന്ന വേറെയും സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ഇതിന് മുമ്പും കണ്ടിട്ടുണ്ട്. അതിൽ മറ്റൊരു ഇഷ്യൂ ആണ് 51 ഡേ പവർ സൈക്കിൾ ഫോർ നെറ്റ്വർക്ക് സ്വിച്ചസ് എന്ന് പറഞ്ഞിട്ട് 2020. അതായത് 51 ദിവസം കൊണ്ടുണ്ടാകുന്ന പവർ സൈക്കിളിനുണ്ടാകുന്ന ഒരു പ്രശ്നം. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർക്രാഫ്റ്റ് 51 ദിവസത്തിൽ കൂടുതൽ പവേർഡ് ആണെന്നുണ്ടെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഡേറ്റകൾ ഈ കമ്പ്യൂട്ടർ പൈലറ്റ്സിന് കൊടുക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ സ്പീഡിൻ്റെ കാര്യത്തിലായാലും ഇതിൻ്റെ ആറ്റിറ്റ്യൂഡിൻ്റെ കാര്യത്തിലായാലും ഓൾട്ടിറ്റ്യൂഡിൻ്റെ കാര്യത്തിലായാലും എൻജിൻ ഓപ്പറേറ്റിംഗ് ഇൻഡിക്കേഷൻസിൻ്റെ കാര്യത്തിലായാലും എല്ലാം പൈലറ്റിനെ കംപ്ലീറ്റ്ലി മിസ്ലീഡ് ചെയ്യുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന ഡേറ്റകൾ ഈ സോഫ്റ്റ്വെയർ കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടെയും അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ എന്നും നമുക്കറിയില്ല. ഏതായാലും ഇവിടെയും മാനേജ്മെൻറ്റ് സെയിം ആയിരുന്നു. ഓരോ 50 ദിവസം അല്ല 51 ദിവസം കൂടുമ്പോഴും ഇതിനെല്ലാം കംപ്ലീറ്റ് ഓഫ് ചെയ്തിട്ട് രണ്ടാമത് ഓൺ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ആരെങ്കിലും ഈ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്യാൻ മറന്നു പോവുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഇതിന് വേറെ സൊല്യൂഷനും കൊണ്ട് അവർ വന്നു. ആ സൊല്യൂഷൻ ഏതെങ്കിലും സമയം ഒരു പ്രാവശ്യം ഫെയിലായാൽ മതിയല്ലോ ഒരു വിമാനം ക്രാഷ് ആവാനായിട്ട്. വേറെ ഒരു ഇൻസിഡൻറ്റും 2016 സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ ഫ്ലൈറ്റ് കൺട്രോൾ മൊഡ്യൂൾ റീസെറ്റ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഫ്ലൈറ്റ് കൺട്രോൾ കമ്പ്യൂട്ട് മൊഡ്യൂളുകൾ സ്വയം റീസെറ്റ് ചെയ്തു. ഒരു വാണിങ്ങും ഇല്ലാതെ ഫ്ലൈറ്റിൽ തന്നെ റീസെറ്റ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പററി ആയിട്ട് ഫ്ലൈറ്റ് കൺട്രോൾ പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായി. പക്ഷേ ഇത് ഒരുപാട് ഹൈ ഓൾട്ടിറ്റ്യൂഡിലോ അതുപോലെ സേഫായിട്ടുള്ള സമയത്തായതുകൊണ്ട് രണ്ടാമത്തേത് പിന്നെയും തിരിച്ച് വന്നതുകൊണ്ട് പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ഈ ഒരു കേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെമ്പററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സെക്കൻഡുകൾക്കുള്ളിലാണ് ക്രാഷ് ആവുന്നത്. അപ്പോൾ ഈ ഫ്ലൈറ്റ് കൺട്രോൾ മൊഡ്യൂൾസ് 2016 സംഭവിച്ചതുപോലെ നമ്മുടെ ഈ വിമാനത്തിലും സംഭവിച്ചിട്ടുണ്ടോ? കാരണം ഇത് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എല്ലാം കംപ്ലീറ്റ്ലി ഒരു ബ്ലാക്ക് ഔട്ട് ഉണ്ടാകുന്ന സമയത്ത് ഇത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്യാനുള്ള സമയം നമുക്ക് കിട്ടിയിട്ടില്ല. ഇവിടെയും ഇവർ എല്ലാ 22 ദിവസം കൂടുമ്പോഴും ഇതിനെ റീസെറ്റ് ചെയ്യണമെന്നുള്ള ഒരു പുതിയൊരു ഇൻസ്ട്രക്ഷനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു പെർമനൻറ്റ് സോഫ്റ്റ്വെയർ ഫിക്സ് ഡെവലപ്പ് ചെയ്തു എന്ന് പറയുന്നു അതുവരെയായിട്ട്. അപ്പോൾ ആ ഒരു പോസിബിലിറ്റി നമുക്ക് തള്ളിക്കളയാനായിട്ട് പറ്റില്ല. പിന്നെ ഈ സോഫ്റ്റ്വെയറായിട്ട് ബന്ധപ്പെട്ടതല്ല എന്നുണ്ടെങ്കിലും 2013 ഒരു ലിഥിയം അയൺ ബാറ്ററിയുടെ ഇഷ്യൂസ് വന്നിട്ടുണ്ടല്ലോ. ഓവർ ഹീറ്റിംഗ് ആയിട്ട് വിമാനത്തിനകത്ത് തന്നെ ഇത് പൊട്ടിത്തെറിക്കുന്ന തീ പിടിക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഇഷ്യൂസ് 787 ഇഷ്യൂസ് ഇല്ല, ഏറ്റവും സേഫ് ആണെന്ന് പറയുമ്പോഴും ഇങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട ഇപ്പം ഒരു തീപിടുത്തമൊക്കെ ഉണ്ടായാലേ നമ്മൾ അറിയൂ എന്ന് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ ഇഷ്യൂസിനെ നമ്മൾ കാര്യമായിട്ട് സാധാരണഗതിയിൽ നമ്മൾ മറന്നു കളയും. അപ്പോൾ ഈ ഇൻസിഡൻസിനെയൊക്കെ നമ്മൾ സമറൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് മോർ ഇലക്ട്രിക് ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. പക്ഷേ ഇത് ഒരുപാട് സോഫ്റ്റ്വെയറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. ഈ സോഫ്റ്റ്വെയർ ഗ്ലിച്ചസ് കാരണം ഫ്ലൈറ്റിൽ ഒരു കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഇവിടെ മെയ്ഡേ എന്ന് പറഞ്ഞതിന് ശേഷം ഒരു കംപ്ലീറ്റ് കമ്മ്യൂണിക്കേഷൻ ബ്ലാക്ക് ഔട്ട് പോലും ഉണ്ടായിട്ടുണ്ട്. കാരണം കംപ്ലീറ്റ് പവർ സപ്ലൈ ബ്ലാക്ക് ഔട്ട് ഉണ്ടായി കഴിഞ്ഞാൽ തിരിച്ച് കമ്മ്യൂണിക്കേഷൻ പോലും നടക്കുന്നില്ല. പിന്നെ നേരെ ഒന്നും അറിയില്ല, എയർക്രാഫ്റ്റ് കുത്തി ഇടിച്ച് വീഴുക എന്നുള്ളതല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. അപ്പം അങ്ങനെ ഉണ്ടോ എന്നുള്ള ഒരു സാധ്യതയെക്കുറിച്ച് ആരും ചർച്ച ചെയ്ത് കണ്ടില്ല. ഒരു പക്ഷേ ഇതിൻ്റെ എഞ്ചിനീയറിംഗിലേക്ക് അല്ലെങ്കിൽ ടെക്നോളജിയിലേക്ക് ആരും അത്ര ഡീപ്പായിട്ട് കടന്ന് ചെല്ലാത്തത് കൊണ്ടായിരിക്കും. ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ബോയിങ് കമ്പനി ഇത് അക്സെപ്റ്റ് ചെയ്യുമെന്നറിയില്ല.
അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറോ കോക്പിറ്റ് വോയിസ് റെക്കോർഡറോ പോലും വർക്ക് ചെയ്യില്ല എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഈ ക്രാഷിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ എന്തായാലും കണ്ടുപിടിക്കപ്പെടുമോ എന്നും നമുക്കറിയില്ല. ഏതായാലും കാത്തിരുന്ന് കാണാം സുഹൃത്തുക്കളെ. ഇനി ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാതെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിവിടെ അവസാനിപ്പിക്കാം. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.